സുപ്രീം കോടതിയിൽ നിന്ന് അല്പസമയം മുമ്പ് കേട്ടത് നിർണായകമായ ചില ഉത്തരവും നിർദ്ദേശങ്ങളുമാണ്. അപകടകാരികളായ നായ്ക്കളെ കൊല്ലാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുന്നു. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലുന്നത് തടയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആറോ ക്രിമിനൽ നടപടിയോ പാടില്ല. നിർദ്ദേശങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിമാർ ഓഗസ്റ്റ് 5-നുള്ളിൽ ഹൈക്കോടതികളെ ബോധിപ്പിക്കണം. ഹൈക്കോടതികൾ നവംബർ 17-നുള്ളിൽ സുപ്രീം കോടതിയിൽ വിവരം സമർപ്പിക്കണമെന്നും സുപ്രീം കോടതിയുടെ ഉത്തരവ്. ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. സുമോദ്, കേരളം കഴിഞ്ഞ കാലങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്ത അതിവൈകാരികമായൊരു വിഷയത്തിൽ സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് സുപ്രീം കോടതി. അപകടകാരികളായ നായ്ക്കളെ കൊല്ലാം എന്ന് വെച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കടക്കം ഈ വിഷയത്തിൽ ഒരു ആക്ഷനിലേക്കോ നടപടിയിലേക്കോ പോകുന്നതിന് വിഘാതം നിന്നിരുന്നത് ഇങ്ങനെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ഉത്തരവായിരുന്നു. അതിപ്പോൾ കിട്ടിയിരിക്കുന്നു. ഇനി അത് താഴെ തട്ടിലേക്ക് എങ്ങനെ എത്തിക്കാനായിരിക്കും ഇനിയുള്ള ശ്രമങ്ങൾ? ഇന്നത്തെ ഉത്തരവിനെ എങ്ങനെ കാണാം? സൈഫുദ്ദീൻ പറഞ്ഞ പോലെ ഈ ഉദ്യോഗസ്ഥർ എപ്പോഴും ഒരു നിയമത്തിൻ്റെ ഒരു മുൾമുനയിലായിരുന്നു നിർത്തിയിരുന്നത്. കാരണം ഈ മൃഗസ്നേഹികൾ ഏത് സമയത്തും ഒരു സമ്മർദ്ദവുമായി വരികയാണ്, അപ്പീലുമായി വരികയാണ്. ഒരു കാരണവശാലും ഈ അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്ന്. ആ തരത്തിലുള്ള എല്ലാ ഭീതികളെയും ഒഴിവാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാം, മാത്രമല്ല ഇത് തടയുന്നവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി സുപ്രീം കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇക്കാര്യങ്ങൾ ABC കൺട്രോൾ നടപ്പാക്കുന്നതിൽ വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് പ്രജനന നിയന്ത്രണം കൃത്യസമയത്ത് തന്നെ നടത്തിയിരുന്നെങ്കിൽ ഇത്രയും ഭീകരമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വൃദ്ധർ, കുട്ടികൾ അടക്കമുള്ളവർ തെരുവ് നായകളുടെ ആക്രമണത്തിന് വിധേയമാകുകയാണ്. വിമാനത്താവളങ്ങളിൽ പോലും തെരുവ് നായകൾ ആക്രമിക്കുന്നു. നിരവധി പേരെ തെരുവ് നായകളെ കടിച്ചു കൊല്ലുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി കടുത്ത നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആശുപത്രികളിൽ കൃത്യമായി എല്ലാ സർക്കാർ ആശുപത്രിയിലും വിഷബാധയെ പ്രതിരോധിക്കുന്നുള്ള ആൻറ്റി റാബിസ് വാക്സിൻ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രതിരോധ നായകടികൾ ഏറ്റ് വരുന്നവർക്ക് ഒരു ചികിത്സ നൽകാനുള്ള ഒരു പ്രത്യേക സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സമൂലമായ ഒരു പരിഷ്കരണം തന്നെയാണ് ഇതിലൂടെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല മൃഗസ്നേഹികൾ ആവശ്യപ്പെട്ടിരുന്നത് ഒരു കാരണവശാലും ഈ മൃഗങ്ങളെ കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്, ദയാവധത്തിലേക്കോ നയിക്കരുത്. അങ്ങനെ നയിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു കൂട്ടക്കൊല തന്നെയായിരിക്കും ഈ നായ്ക്കളുടെ കാര്യത്തിൽ ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു വാദമാണ് അവർ നിരത്തിയത്. ആ വാദമൊന്നും സുപ്രീം കോടതിയിൽ വിലപ്പോയില്ല. മറിച്ച് ഇതെല്ലാം കൃത്യമായി നടപ്പാക്കിയതിനു ശേഷം ഓഗസ്റ്റ് 5-ന് മുമ്പ് ഹൈക്കോടതിയിൽ ഇക്കാര്യങ്ങൾ അറിയിക്കണം. ഹൈക്കോടതിയിലാവട്ടെ ഒരു 2-അംഗ ബെഞ്ചിൻ്റെ ഒരു പ്രത്യേക ബെഞ്ച് തന്നെ ഇക്കാര്യത്തിന് വേണ്ടി രൂപീകരിക്കണം. ഈ ബെഞ്ച് നവംബർ 17-നകം തന്നെ സുപ്രീം കോടതിയിൽ ഏതൊക്കെ കാര്യങ്ങൾ നടപ്പാക്കി എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായ ഒരു വിശദമായ സത്യവാങ്മൂലമായി വിവരങ്ങൾ സമർപ്പിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ABC ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ വകുപ്പ് തല നടപടികളും കോടതി അലക്ഷ്യ നടപടികളും സ്വീകരിക്കുമെന്നുള്ള ശക്തമായ നിർദ്ദേശം കൂടി സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിശക്തമായ നിർദ്ദേശങ്ങളും ഉത്തരവുമാണ് ഇപ്പോൾ തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതെങ്ങനെ താഴെത്തട്ടിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വരെ എത്തിക്കാം, അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളടക്കം സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ കാരണമായ ഹർജി, അതിൻ്റെ സ്വഭാവം എന്തായിരുന്നു സുമോദ്? ഇന്ന് മൃഗസ്നേഹികളുടെ ഹർജിയാണെന്ന് മനസ്സിലാക്കുന്നു. അത് തള്ളിക്കൊണ്ട് മൃഗസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ തിരിച്ചടിയാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഉണ്ടായത്? ഇപ്പോൾ അഭിരാമിയുടെ സംഭവമുണ്ട്. ഹരിയാനയിൽ കുട്ടികൾ പട്ടികടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ കുട്ടികൾ പട്ടികടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഈ നായ്ക്കളുടെ ആക്രമണം വൃദ്ധന്മാർക്കെതിരെ വളരെ രൂക്ഷമായി വൃദ്ധന്മാരെ തെരുവിൽ കടിച്ച് കീറുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി വിലയിരുത്തിക്കൊണ്ടാണ് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം, ആർട്ടിക്കിൾ 21 ഉറപ്പ് തരുന്നത് ജീവിക്കാനുള്ള അവകാശം, അത് മാന്യമായി ജീവിക്കാനുള്ള അവകാശമാണ്. പക്ഷേ ഈ മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഇല്ലാതായി പോകുന്ന ഒരു കാലത്താണ് നടക്കുന്നത്. അതിന് കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും അവരുടെ വീഴ്ചകൾ, അവരുടെ നടപടികൾ എടുത്തുന്നതിൽ വീഴ്ച വരുത്തുന്നു. അവരുടെ നിഷ്ക്രിയത്വം, അവരുടെ ഈ നിസ്സംഗത, ഈ അലംഭാവമാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കടുത്ത വിമർശനത്തോടുകൂടിയാണ് ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്.
യെസ്, തെരുവുനായ വിഷയത്തിൽ വലിയ തിരിച്ചടിയാണ് മൃഗസ്നേഹികൾക്ക് ഉണ്ടായതൊപ്പം തെരുവുനായ വിഷയത്തിൽ വേഗത്തിൽ നടപടി സ്വീകരിക്കണം. ABC കേന്ദ്രങ്ങൾ വേഗത്തിൽ അതനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കണം. അടക്കമുള്ള ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ധനസുമോദാണ് വിശദാംശങ്ങൾ നൽകി.